ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ഡൊമിനൻസ്. ടീം ഇന്ത്യയുടെ പുതിയ യുഗം അങ്ങ് പൊളിച്ചെടുക്കുകയാണെന്നേ. ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ഒന്നാം ടെസ്റ്റിന്റെ ഒന്നാം ദിവസം അവസാനിക്കുമ്പോൾ ടീം ഇന്ത്യ അതിശക്തമായ നിലയിലാണുള്ളത്. ഇനി വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യ ഈ ഒരു ടെസ്റ്റ് സ്വന്തമാക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. ഏതായാലും സ്വീം ബൗളിങ്ങിന് അനുകൂലമായ സാഹചര്യത്തിൽ ടോസ് നഷ്ടപ്പെട്ടുകൊണ്ട് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്ന ടീം ഇന്ത്യ 85 ഓവറുകളിൽ നിലവിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 359 എന്ന പടുകൂറ്റൻ സ്കോർ അടിച്ചുകൂട്ടി കഴിഞ്ഞിരിക്കുന്നു. ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ എടുത്തു പറയണം ഗില്ലിന്റെ പ്രകടനത്തെക്കുറിച്ച്. ക്യാപ്റ്റനായുള്ള തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ തകർപ്പനൊരു സെഞ്ചുറി കാഴ്ചവെച്ചിരിക്കുകയാണ് ശുഭ്മൻ ഗിൽ. അദ്ദേഹം ഇപ്പോഴും ക്രീസിൽ ഉണ്ട് താനും. 175 പന്തുകളിൽ 127 റൺസ് നേടിക്കൊണ്ട് ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ പട നയിക്കുകയാണ്. ഋഷഭ് പന്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം വൈസ് ക്യാപ്റ്റന്റെ റോൾ കൃത്യമായി നിർവഹിക്കുന്ന കാഴ്ച. 102 പന്തുകളിൽ 65 റൺസ് എടുത്ത് പുറത്താവാതെ തന്റെ തനത് ശൈലിയിലുള്ള ഷോട്ടുകളിലൂടെ ഋഷഭ് പന്തും പൊളിച്ചടുക്കിയിരിക്കുന്നു. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ടീം ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാനെത്തിയ കെ എൽ രാഹുലിന്റെയും ജയ്സ്വാളിന്റെയും പ്രകടനം തന്നെയാണ്. 91 റൺസിന്റെ മികച്ച പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തതിനു ശേഷമാണ് ഇരു കൂട്ടുകെട്ട് പിരിയുന്നതും. കെ എൽ രാഹുൽ 42 റൺസിനാണ് ബ്രൈഡൻ കാർസിന് ഔട്ടായി പോകുന്നത്. തൊട്ടു പിന്നാലെ അരങ്ങേറ്റക്കാരനെത്തിയ സായ് സുദർശൻ ബെൻ സ്റ്റോക്കിന്റെ പന്തിൽ ഒരു റണ്ണ് പോലും എടുക്കാൻ സാധിക്കാതെ ഔട്ടായി പോകുന്ന നിരാശാജനകമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടതെങ്കിൽ കൂടി യശസ്വി ജയ്സ്വാൾ ആ ഒരു പയ്യൻ ഗംഭീര പ്രകടനം നടത്തിക്കൊണ്ട് തന്റെ ആ ഒരു ടെസ്റ്റിലെ ഗംഭീര പൊളിച്ചെടുക്കൽ തുടരുകയായിരുന്നു. വാട്ട് എ ജനറേഷണൽ ടാലന്റ് ഹി വാസ് എന്ന് തന്നെ പറയേണ്ടി വരും. തന്റെ മൂന്നാമത്തെ വിദേശ ടെസ്റ്റ് സെഞ്ചുറി കൂടിയായിരുന്നു ജയ്സ്വാൾ കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഒടുവിൽ 101 റൺസിന് ബെൻ സ്റ്റോക്സിന് അദ്ദേഹം ബൗൾഡായി മടങ്ങുകയായിരുന്നു. ഏതായാലും ശുഭ്മൻ ഗില്ലും ഋഷഭ് പന്തും ചേർന്നുകൊണ്ട് 138 റൺസിന്റെ തകരാത്ത പാർട്ണർഷിപ്പ് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രധാന ആകർഷണമായിട്ട് പറയാൻ സാധിക്കുന്നതും. നാളെയും ഈ ഒരു കൂട്ടുകെട്ട് വലിയ സ്കോറിലേക്ക് തന്നെ ഇനിയും വമ്പൻ ഒരു സ്കോറിലേക്ക് തന്നെ ടീം ഇന്ത്യയെ കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരുമുള്ളത്. മാത്രവുമല്ല കരുൺ നായരും ജഡേജയും ഷാർദുൽ താക്കൂറും ഒക്കെ ഇനിയും ബാറ്റ് ചെയ്യാനുണ്ട് താനും. സോ രണ്ടാം ദിവസമായിട്ടുള്ള നാളെ ടീം ഇന്ത്യക്ക് കൂറ്റൻ ഒന്നാം ഇന്നിംഗ്സ് സ്കോർ നേടാൻ തന്നെയായിരിക്കും ലക്ഷ്യമിടുന്നത്. തീർച്ചയായിട്ടും ഒരു 500-550 റൺസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഡിക്ലെയർ ചെയ്യാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.